എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതും ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാനും പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന തക്കാളി തൊക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി തൊക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നല്ല പഴുത്ത തക്കാളിയാണ്. പഴുത്ത തക്കാളി നോക്കി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ പഴുത്ത തക്കാളി ആയിരിക്കണം. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ഒട്ടും ചേർക്കാതെ കൊണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു വലിയ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു പാത്രം തന്നെ ഉപയോഗിക്കുക. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളി തൊക്ക് അല്ലെങ്കിൽ ടൊമാറ്റോ പിക്കിൾ തയ്യാറാക്കുന്ന സമയങ്ങളിൽ നമ്മൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് പാത്രം അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലാന്നുവരികിൽ നമ്മുടെ ഈ ഒരു തക്കാളി വന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസിലൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. തന്നെയല്ല നമ്മുടെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തക്കാളി തൊക്ക് തയ്യാറാക്കുന്ന സമയത്ത് പാത്രം അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി, നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിരുന്ന സമയത്തുള്ള ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം എരിവ് വേണം എന്ന് വരികിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീയ് ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം വേണം നമുക്കിത് ബാക്കിയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം പാത്രം അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു തക്കാളി തൊക്ക് വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. തന്നെയല്ല നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെ ഒന്ന് പോവുകയാണെന്നൊരിക്കൽ ഫുഡൊക്കെ കയ്യിൽ കരുതുന്നവർക്ക് സൈഡ് ഡിഷായിട്ട് ഈ ഒരു ടൊമാറ്റോ പിക്കിൾ നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. അപ്പോൾ ഇതിന് വന്നിട്ട് ടൊമാറ്റോ പിക്കിളെന്നും അല്ലെങ്കിൽ തക്കാളി തൊക്കെന്നും ഒക്കെ പറയും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെന്ന് വരികിൽ ഒരുപാട് നാൾ കേടാവാതിരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക, ഒരുപാട് നാൾ കേടാവാതിരിക്കും. ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നവർക്ക് നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു പിക്കിളാണിത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ടൊമാറ്റോ പിക്കിൾ അല്ലെങ്കിൽ തക്കാളി തൊക്കിൻ്റെ ആ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇത് ഞാൻ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കാരണം എനിക്കിത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു പിക്കിളാണ് വേണ്ടത്. ഇനിയിപ്പോൾ അതല്ല, ഈ ഒരു ഗ്രേവിയോട് കൂടിയാണ് നിങ്ങൾക്ക് വേണമെന്ന് വരികിൽ ഈ സമയം സ്റ്റൗ ഓഫാക്കാം.
ഞാനിപ്പോൾ ഇതൊരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയെല്ലാം ഇവിടെ ആവശ്യത്തിന് വറ്റി ആ ഒരു പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തൊക്ക് അല്ലെങ്കിൽ ടൊമാറ്റോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.